അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ കറി വയ്ക്കാനാണ്. അത് ഞാൻ 1 കിലോ കൊഴിയാള മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്ന്, മുളവേറിയാണ് ഞാൻ ഇന്ന് വെക്കുന്നത്. എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കും. ഒരു 10-20 മുളകുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ് ഞാൻ അതിലാണ് ഉണ്ടാക്കുന്ന. എരിവ് കുറഞ്ഞ മുളകാണിത്. നമുക്കൊന്ന് അതൊന്ന് വറുത്തെടുക്കാം. ഒക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉണക്കി വെച്ച മല്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറി നമ്മൾ ഇതുപോലെയാണ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ വയ്ക്കുന്ന മുളക് കറി. ഒക്കെ നല്ല മൂത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കോരിയെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും നല്ല മൂത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് കോരി വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മൂത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് കോരി മാറ്റാം. എണ്ണയിൽ കുറച്ച് ചുവന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു കൈ നിറച്ചുണ്ട് ഇട്ടത്. ഇത്തിരി കൂടുതൽ ഉള്ളി ചേർക്കണമെങ്കിൽ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുകയുള്ളൂ. ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കിനി കോരിയെടുക്കാം. ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാണ്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1 കപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് വെള്ളം. അങ്ങനെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയായിട്ടിരിക്കുന്നത് മീനൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാനുള്ളതല്ലേ. 4 പീസ് കുടംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഒന്ന് തിളയ്ക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിനി അടച്ചു വയ്ക്കാം. കറി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ഇട്ടേക്കാം. കറിയൊക്കെ റെഡിയായി നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കറി. തീയൊക്കെ ഓഫാക്കി കൊടുത്ത് ഈ ബൗളിലേക്ക് കറി വെച്ച് കൊടുക്കാം. വേറെ ഒരു കറിയും വേണ്ട. ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കറി അടിപൊളി ടേസ്റ്റാണ്.
കുടംപുളിയിട്ട മുളക് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.